വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് SCERT ക്ലാസ് 5 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ സെക്കൻഡ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ദ ലിറ്റിൽ ഏൻഷ്യന്റ് ദാറ്റ് കുഡ് എന്നതാണ്. സോ വെൽക്കം ബാക്ക് ടു സ്കൂൾ ഷിപ്പ്. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യുക. നമ്മുടെ ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതോടൊപ്പം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ദ ലിറ്റിൽ ഏൻഷ്യന്റ് ദാറ്റ് കുഡ്, എന്തും ചെയ്യാൻ കഴിവുള്ള ലിറ്റിൽ ഏൻഷ്യന്റ്. ഹംഗേറിയൻ റൈറ്ററായ ഏർണോൾഡ് മങ്ക് എഴുതിയ ഒരു സ്റ്റോറിയാണിത്. വോട്ടി പൈപ്പർ എന്നാണ് അദ്ദേഹത്തിന്റെ തൂലികാ നാമം അഥവാ പെൻ നെയിം. നമുക്ക് സ്റ്റോറിയിലേക്ക് കടക്കാം. ദ ലിറ്റിൽ ട്രെയിൻ റാൻ അലോങ് ദ ട്രാക്സ്. കൊച്ചു തീവണ്ടി അതിന്റെ ട്രാക്കിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഷീ വാസ് എ ഹാപ്പി ലിറ്റിൽ ട്രെയിൻ. വളരെ സന്തോഷവതിയായ ഒരു കൊച്ചു തീവണ്ടിയായിരുന്നു അവൾ. ഈ കഥയിലുടനീളം അവൾ എന്നാണ് തീവണ്ടിയെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. Her cars were full of good things for boys and girls. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ നൽകാനുള്ള നിരവധി സാധനങ്ങൾ നിറഞ്ഞതായിരുന്നു ഈ ഒരു കൊച്ചു തീവണ്ടിയിലെ എല്ലാ കാഴ്സും. കാഴ്സ് എന്ന് പറഞ്ഞാൽ കോച്ചസ് എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു പാസഞ്ചർ ട്രെയിനിനെ സംബന്ധിച്ച് കോച്ചസ്, ബോഗീസ് എന്നൊക്കെ നമ്മൾ പറയും. ഇവിടെ സാധനങ്ങൾ കൊണ്ടുപോകുന്ന ഒരു ലിറ്റിൽ ട്രെയിൻ ആണിത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ കാർസ് എന്നാണ് അതിന്റെ കോച്ചസിനെയൊക്കെ പറയുന്നത്. There were all kinds of toy animals. ഈ ഒരു കൊച്ചു തീവണ്ടിയിലെ എല്ലാ തരത്തിലുമുള്ള ടോയ് ആനിമൽസ്, നമുക്കറിയാമല്ലേ, കളിപ്പാട്ടങ്ങളുണ്ട് ആനിമൽസിന്റെ രൂപത്തിലുള്ളത്. അങ്ങനെ കുറേയധികം ടോയ് ആനിമൽസ് ഈ ഒരു കൊച്ചു തീവണ്ടിയിൽ ഉണ്ടായിരുന്നു. ജിറാഫ്സ് വിത്ത് ലോങ് നെക്സ്, നീണ്ട കഴുത്തുള്ള ജിറാഫുകൾ. ടെഡി ബേഴ്സ് വിത്ത് നോ നെക്സ്, കഴുത്തില്ലാത്ത അല്ലെങ്കിൽ കുറുകിയ കഴുത്തുള്ള ടെഡി ബേഴ്സ്, കരടിപ്പാവകൾ. ആൻഡ് ഈവൻ എ ബേബി എലഫന്റ്, അതിനോടൊപ്പം തന്നെ എന്താണ്, ഒരു ചെറിയ ആനക്കുട്ടിയുടെ കളിപ്പാട്ടം. There were all kinds of dolls too. ഇത് മാത്രമല്ല, എല്ലാ തരത്തിലുള്ള ഡോൾസും പാവകളും ഇതിനകത്തുണ്ടായിരുന്നു. ഡോൾസ് വിത്ത് ബ്ലൂ ഐസ് ആൻഡ് യെല്ലോ ഹെയർ, നീലക്കണ്ണുകളും മഞ്ഞ തലമുടിയുമുള്ള പാവക്കുട്ടികൾ. ഡോൾസ് വിത്ത് ബ്രൗൺ ഐസ് ആൻഡ് ബ്രൗൺ ഹെയർ, എന്താണ്, ബ്രൗൺ കണ്ണുകളും ബ്രൗൺ തലമുടിയുമുള്ള ഡോൾസ്. അതുപോലെ തന്നെ ആൻഡ് ദ ഫണ്ണിയസ്റ്റ് ടോയ് ക്ലൗൺ യു എവർ സോ, നിങ്ങൾ മറ്റെവിടെയും കണ്ടിരിക്കാൻ സാധ്യതയില്ലാത്ത അത്രയും ഫണ്ണിയസ്റ്റ് ആയ, അത്രയധികം നിങ്ങളെ എന്താണ് ചിരിപ്പിക്കുന്ന, തമാശ നിറഞ്ഞ ഒരു ടോയ് ക്ലൗൺ, ഒരു കളിപ്പാട്ട കോമാളിയും ഇതിനകത്ത് ഉണ്ട്. There were toy trucks, airplanes and boats. ഇനിയും ഒരുപാട് സംഗതികളുണ്ട്. എന്തൊക്കെയാണ്? ടോയ് ട്രക്സ് ഉണ്ട്, കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന കുറേയധികം എന്താണ് കളിപ്പാട്ട വാഹനങ്ങളാണ് ഇനി പറയുന്നത്. ടോയ് ട്രക്സ്, ലോറി പോലെയുള്ള വലിയ വാഹനങ്ങൾ, അതിന്റെ കളിപ്പാട്ടങ്ങൾ. എയർപ്ലെയിൻസ്, വിമാനത്തിന്റെ രൂപത്തിലുള്ളത്. ദെൻ ബോട്ട്സിന്റെ രൂപത്തിലുള്ളത്. There were picture books, കുട്ടികൾക്ക് വേണ്ടി ചിത്ര പുസ്തകങ്ങൾ. ഗെയിംസ്, കുറേയധികം കളിക്കുന്ന ഉപകരണങ്ങൾ അല്ലെങ്കിൽ ഗെയിം ബോർഡ്സ്. ആൻഡ് ഡ്രംസ് ടു പ്ലേ, ഇനിയോ ഡ്രംസ്, കുട്ടികൾക്ക് കൊട്ടിക്കളിക്കാൻ, കൊട്ടി രസിക്കാനായിട്ട് ഡ്രംസ്, ചെണ്ടകൾ. അങ്ങനെ നിരവധി സാധനങ്ങളാണ് ഈ ഒരു കൊച്ചു തീവണ്ടിയിൽ ഉള്ളത്. നിങ്ങൾക്കൊക്കെ ആഗ്രഹമുണ്ടല്ലേ ഈ ഒരു തീവണ്ടി കാണുന്ന ഇത്രയധികം ടോയ്സും കാര്യങ്ങളുമായിട്ട് പോകുന്നത്? നമുക്ക് നോക്കാം. The little train carried every kind of toy that boys or girls would play with. അപ്പോൾ ഈ ഒരു കൊച്ചു തീവണ്ടി എല്ലാ തരത്തിലുള്ള ടോയ്സും കൊണ്ടാണ് പോകുന്നത്. ഈ പറയുന്ന കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ തരത്തിലുള്ള ടോയ്സുമായിട്ടാണ് ഈ തീവണ്ടി പോകുന്നത്. ബട്ട് ദാറ്റ് വാസ് നോട്ട് ഓൾ. പക്ഷെ അത് മാത്രമല്ല കേട്ടോ. The little train carried good things to eat too. എന്താണ്, കഴിക്കാനുള്ള, ഭക്ഷിക്കാനുള്ള ഒരുപാട് സാധനങ്ങൾ കൂടി ഈ ഒരു ലിറ്റിൽ ട്രെയിൻ കൊണ്ടുപോകുന്നുണ്ട്. ബിഗ് റൗണ്ട് ഓറഞ്ചസ്, എന്താണ്, വലിയ ഉരുണ്ട ഓറഞ്ചുകൾ. ഫാറ്റ് റെഡ് ആപ്പിൾസ്, തടിച്ചു ചുവന്ന ആപ്പിളുകൾ. ലോങ് യെല്ലോ ബനാനാസ്, നീണ്ട മഞ്ഞ നിറമുള്ള ബനാനാസ്. ഫ്രഷ് കോൾഡ് മിൽക്ക്, എന്താണ്, നല്ല ഫ്രഷ് ആയിട്ടുള്ള തണുത്ത പാൽ. ആൻഡ് ലോലിപോപ്സ് ടു ഈറ്റ് ആഫ്റ്റർ ഡിന്നർ, ഡിന്നറിന് ശേഷം കഴിക്കാനായിട്ട് എന്താണ്, ലോലിപോപ്സ്, എന്താണ്, കോലുമിഠായികൾ. അങ്ങനെ നിരവധി സാധനങ്ങളാണ് ഈ ഒരു ലിറ്റിൽ ട്രെയിൻ കൊച്ചു കുട്ടികൾക്ക് വേണ്ടി കൊണ്ടുപോകുന്നത്. The little train was taking all these good things to the other side of the mountain. അപ്പോൾ എവിടേക്കാണ് ഈ ഒരു ലിറ്റിൽ ട്രെയിൻ ഇത്രയധികം സാധനങ്ങളുമായിട്ട് കുട്ടികളെ കാണാനായിട്ട് പോകുന്നത്? അതർ സൈഡ് ഓഫ് ദ മൗണ്ടനിലേക്കാണ്. മൗണ്ടൻ മീൻസ്
പർവ്വതം. അപ്പൊ പർവ്വതത്തിന്റെ മറുവശത്ത്, പർവ്വതത്തിന്റെ അപ്പുറത്ത് ഉള്ള ഒരുപക്ഷെ ഗ്രാമമായിരിക്കാം, അവിടേക്കാണ് ഇത്രയധികം സാധനങ്ങളുമായിട്ട് നമ്മുടെ ലിറ്റിൽ ട്രെയിൻ പോകുന്നത്. ഹൗ ഹാപ്പി ദ ബോയ്സ് ആൻഡ് ഗേൾസ് വിൽ ബി ടു സീ മീ. അപ്പോൾ എന്നെ കാണുമ്പോൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ എത്ര സന്തോഷമാകും. സെഡ് ദ ലിറ്റിൽ ട്രെയിൻ. അപ്പൊ നമ്മുടെ ലിറ്റിൽ ട്രെയിൻ, നമ്മുടെ കൊച്ചു തീവണ്ടി ഇങ്ങനെ പറയുകയാണ്. They will like the toys and good food that I am bringing. ഞാൻ കൊണ്ടുപോകുന്ന ഈ ടോയ്സും കളിപ്പാട്ടങ്ങളും അതുപോലെ തന്നെ ഈ നല്ല നല്ല ഭക്ഷണ സാധനങ്ങളും എല്ലാം അവർക്ക് ഒത്തിരിയധികം ഇഷ്ടപ്പെടും. But all at once the train came to a stop. അപ്പോൾ ഇങ്ങനെ കൊച്ചു തീവണ്ടി കുട്ടികൾ എത്രയധികം സന്തോഷവാന്മാരായിരിക്കും എന്നൊക്കെ പറയുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ട്രെയിൻ എന്ത് സംഭവിച്ചു? ട്രെയിൻ നിന്നുപോയി, സ്റ്റോപ്പായി. ഷീ കുഡ് നോട്ട് മൂവ് അറ്റ് ഓൾ. എന്താണ്? ട്രെയിനിന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല. നോക്കാം. ഓ ഡിയർ സെഡ് ദ ലിറ്റിൽ ട്രെയിൻ, വാട്ട് ക്യാൻ ബി ദ മാറ്റർ. അപ്പോ ഈ കൊച്ചു തീവണ്ടി പറയുകയാണ്, ഓ ഡിയർ, എന്ത് പറ്റി പ്രിയപ്പെട്ടവനെ? ആരോടായിരിക്കും പറയുന്നത്? ട്രെയിനിന്റെ എഞ്ചിനോടാണ് പറയുന്നത് കേട്ടോ. വാട്ട് ക്യാൻ ബി ദ മാറ്റർ. എന്താണ് സംഭവിച്ചത്? എന്താണ് കാര്യം? ഷീ ട്രൈ ടു സ്റ്റാർട്ട് അപ്പ് എഗെയിൻ. അപ്പോ തീവണ്ടി എന്ത് ചെയ്തു? സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചു നോക്കി. ഷീ ട്രൈഡ് ആൻഡ് ട്രൈഡ്. തീവണ്ടി ഒന്ന് ശ്രമിച്ചു, നടന്നില്ല, വീണ്ടും ശ്രമിച്ചു. ബട്ട് ഹർ വീൽസ് ജസ്റ്റ് വുഡ് നോട്ട് ടേൺ. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും തീവണ്ടിയുടെ വീൽസ് എന്താണ്? ടേൺ ചെയ്യുന്നില്ല. We can help, said the toy animals. അപ്പോൾ തീവണ്ടി എന്ത് ശ്രമിച്ചിട്ടും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ തീവണ്ടിയിൽ നിന്നും ടോയ് ആനിമൽസ്, അല്ലെ, നമ്മൾ നേരത്തെ പറഞ്ഞു ജിറാഫ്സ് ഉണ്ട്, എലഫന്റ് ഉണ്ട്, അങ്ങനെ കുറേ അധികം ടോയ് ആനിമൽസ് ഉണ്ട്. അപ്പൊ അവര് വിളിച്ചു പറയുകയാണ്, we can help. എന്താണ്? ഞങ്ങൾക്ക് നിന്നെ സഹായിക്കാനായിട്ട് സാധിക്കും. The clown and the animals climbed out of their cars. അപ്പോൾ ഇതും പറഞ്ഞിട്ട് കോമാളി കളിപ്പാട്ടവും അതുപോലെ തന്നെ ആനിമൽസും എല്ലാവരും കൂടെ അവരവരുടെ കാർസിൽ നിന്നും, അതായത് ബോഗീസിൽ നിന്നൊക്കെ എന്താണ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. They tried to push the little train. അപ്പോൾ ഇവരെല്ലാവരും ചേർന്ന്, ഈ ടോയ്സും ക്ലൗൺസും എല്ലാവരും ചേർന്ന് ഈ കൊച്ചു തീവണ്ടിയെ മുന്നോട്ട് തള്ളുകയാണ്. But she could not move. അപ്പോൾ ഇവരെല്ലാം കൂടെ തള്ളിയിട്ടും തീവണ്ടി മുന്നോട്ടേക്ക് പോകുന്നില്ല. നോക്കാം. We can help too, said the dolls. അപ്പോൾ ഈ ടോയ്സ് എല്ലാം ശ്രമിച്ചിട്ടും നടന്നില്ല, ആനിമൽ ടോയ്സ് എല്ലാം ശ്രമിച്ചിട്ടും നടന്നില്ല. അപ്പോൾ അവിടുന്ന് നമ്മുടെ തീവണ്ടിയിൽ ഇരിക്കുന്ന ഡോൾസ് വിളിച്ചു പറയുകയാണ്, we can help too. ഞങ്ങൾക്കും സഹായിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഞങ്ങളും കൂടെ വന്നാൽ ഒരു പക്ഷേ വണ്ടി എന്താണ് ഉന്തുന്ന സമയത്ത് മുന്നോട്ട് പോകാമെന്ന രീതിയിൽ. And they got out and tried to push. അപ്പോൾ അവരും ഡോൾസും തീവണ്ടിയിൽ നിന്ന് ഇറങ്ങി, എന്നിട്ട് തീവണ്ടി എന്താണ് മുന്നോട്ട് തള്ളാനായിട്ട് ശ്രമിച്ചു. Still the little train did not move. എന്നിട്ടും ഈ കൊച്ചു തീവണ്ടി മുന്നോട്ടേക്ക് അനങ്ങുന്നില്ല. The toys and dolls did not know what to do. ഈ സമയത്ത് ടോയ്സിനും ഡോൾസിനും ഒന്നും അറിയില്ല എന്താണ് ചെയ്യുക എന്ന്. നോക്കാം. Just then a shiny new engine came puffing down another track. അപ്പൊ ഈ സമയത്ത് ഒരു പുതിയ തിളങ്ങുന്ന എഞ്ചിൻ അതിലെ മറ്റൊരു ട്രാക്കിലൂടെ ഇങ്ങനെ കടന്നു വരികയായിരുന്നു. ഓക്കെ, പഫിംഗ് ഡൗൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പഫിംഗ് ഡൗൺ എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തൊക്കെ ട്രെയിനൊക്കെ ഓടിക്കൊണ്ടിരുന്നത് എങ്ങനെയാണ്? കൽക്കരി ഉപയോഗിച്ചിട്ടൊക്കെയാണ്, അല്ലെങ്കിൽ സ്റ്റീമിലാണ്, ആവി യന്ത്രത്തിൻ്റെയൊക്കെ സഹായത്താലൊക്കെയാണ്. അപ്പൊ ആ സമയത്ത് എന്താണ്, തീവണ്ടി സഞ്ചരിക്കുന്ന സമയത്ത് പുകയൊക്കെ പുറത്തേക്ക് വരും. ഓക്കെ, അപ്പൊ ആ ഒരു കഥ വെച്ചിട്ടാണ്, ആ ഒരു കാലഘട്ടത്തിലെ കഥകൾ വെച്ചിട്ടാണ് ഈ കഥയും അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പുതിയ തീവണ്ടി എഞ്ചിൻ വരുന്നത് എങ്ങനെയാണ്? പഫിംഗ് ഡൗൺ എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് പുറത്തേക്ക് പുകച്ചുരുടുകളൊക്കെ ഇങ്ങനെ അയച്ചുകൊണ്ടാണ് തീവണ്ടി വരുന്നത്. ഓക്കെ, maybe that engine can help us. അപ്പോൾ ഈ ഒരു തിളങ്ങുന്ന ഈ പുതിയ എഞ്ചിൻ കാണുന്ന സമയത്ത് എന്താണ് ക്ലൗൺ പറയുകയാണ്, കോമാളി പറയുകയാണ്, ഒരു പക്ഷേ വരുന്ന എഞ്ചിന് നമ്മളെ സഹായിക്കാനായിട്ട് സാധിക്കും. cried the clown. He began to wave a red flag. അപ്പോൾ ഇതും പറഞ്ഞിട്ട് ക്ലൗൺ എന്ത് ചെയ്യുകയാണ്? ഒരു ചുവന്ന ഫ്ലാഗ്, ഒരു ചുവന്ന കൊടിയെടുത്ത് ഇങ്ങനെ വീശി കാണിക്കുകയാണ്. The shiny new engine slowed down. അപ്പോൾ ഇങ്ങനെ നമ്മൾ എങ്ങനെയാണ് വീശി കാണിക്കുമ്പോൾ നമുക്ക് എന്താണ് വരുന്ന ആളുടെ അറ്റൻഷൻ, ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയാണ് കാണിക്കുന്നത്, അല്ലേ? അപ്പോൾ അത് കണ്ട് കൊടി ഇങ്ങനെ വീശുന്നത് കണ്ടപ്പോൾ, പതാക വീശുന്നത് കണ്ടപ്പോൾ ന്യൂ എഞ്ചിൻ എന്ത് ചെയ്യുകയാണ്? സ്ലോ ഡൗൺ ചെയ്യുകയാണ്, വേഗത കുറയ്ക്കുകയാണ്. The dolls and toys called out to him.
our engine is not working, they said. അപ്പോൾ എല്ലാവരും, അതായത് ഡോൾസും ടോയ്സും എല്ലാവരും കൂടി ഒരുമിച്ച് ഇങ്ങനെ സഹായത്തിന് വേണ്ടി വിളിച്ചു പോവുകയാണ് ഉച്ചത്തിൽ. our engine is not working, ഞങ്ങളുടെ എഞ്ചിൻ പ്രവർത്തിക്കുന്നില്ല, they said. please pull our train over the mountain. എന്താണ്, ദയവ് ചെയ്ത് ഞങ്ങളുടെ ഈ ട്രെയിനെ എന്താണ് മൗണ്ടന്റെ അപ്പുറത്തേക്ക് ഒന്ന് എത്തിക്കൂ. ഇഫ് യു ഡു നോട്ട്, ദ ബോയ്സ് ആൻഡ് ഗേൾസ് വിൽ നോട്ട് ഹാവ് എനി ടോയ്സ് ഓർ ഗുഡ് ഫുഡ്. അപ്പൊ നിങ്ങൾ അത് ചെയ്തില്ലെങ്കിൽ, നിങ്ങൾ ഞങ്ങളെ സഹായിച്ചില്ലെങ്കിൽ കുട്ടികൾക്ക് അവരുടെ ടോയ്സും അവരുടെ ഭക്ഷണം ഒന്നും കിട്ടാതെ വരും. നോക്കാം. The shiny new engine was a bit friendly. ഓക്കെ, അപ്പൊ ഈ പുതിയ എഞ്ചിൻ എന്താണ്, അല്പം മാത്രം ഫ്രണ്ട്ലി ആയ ഒരു എഞ്ചിൻ ആയിരുന്നു, അതായത് കുറച്ച് ഫ്രണ്ട്ലി ആയിരുന്നുള്ളൂ. ഓക്കെ. You want me to pull you? He asked. അപ്പോൾ ഈ എഞ്ചിൻ അവരോട് ചോദിക്കുകയാണ്, എന്താണ്, ഞാൻ നിങ്ങളെ വലിക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത്? That is not what I do. ഞാൻ അതൊന്നും അല്ല ചെയ്യാറ്. I carry people. ഞാൻ ആളുകളെയാണ്, മനുഷ്യരെയാണ് എന്താണ് കൊണ്ടുപോകാറ്. They sit in cars with soft seats. എന്താണ്, എൻ്റെ കാർസില്, എൻ്റെ ബോഗീസിൽ എന്താണ്, കോച്ചസില് സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റ് ഉണ്ട്. അതിലിരുന്നിട്ട് ആളുകൾ എന്ത് ചെയ്യും, യാത്ര ചെയ്യും. They look out of the windows. അവര് സീറ്റിലിരുന്ന് പുറത്തെ കാഴ്ചകൾ വിൻഡോയിലൂടെ ഇങ്ങനെ കാണും. They eat in a nice dining car. അപ്പോൾ എൻ്റെ ബോഗീസിൽ എന്താണ്, ഡൈനിങ് കാർസ് ഉണ്ട് ചിലത്, അതായത് ഭക്ഷണം കഴിക്കാനുള്ള കാർസ് ഉണ്ട്, അതിനു വേണ്ടി മാത്രമുള്ളത്. അവിടെ ഇരുന്ന് അവർ ഭക്ഷണം കഴിക്കും. They even sleep in a fine sleeping car. അപ്പോൾ സ്ലീപ്പിംഗ് കാർസ് ഉണ്ട് എൻ്റെ ബോഗീസിൽ. അപ്പോൾ എന്താണ്, അവിടെ ഇരുന്ന് ആളുകൾ എന്ത് ചെയ്യും, ഉറങ്ങും. ഹൗ ഡെയർ യു ആസ്ക് മീ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആളുകളെ കൊണ്ടുപോകുന്ന എന്നോട് നിങ്ങളെ എന്താണ്, നിങ്ങളുടെ ഈ ട്രെയിൻ വലിക്കാനായിട്ട് ചോദിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം വന്നു എന്നാണ് ഈ പുതിയ എഞ്ചിൻ ചോദിക്കുന്നത്. The shiny new engine went without another word. ഇതും പറഞ്ഞിട്ട് ഈ പുതിയ എഞ്ചിൻ എന്ത് ചെയ്യുകയാണ്, വേറൊന്നും പറയാതെ അവിടെ നിന്ന് പോവുകയാണ്. How sad were all the toys and dolls. അപ്പോഴത്തേക്കും എന്താണ്, ടോയ്സും ഡോൾസും ഒക്കെ ഒത്തിരി വിഷമത്തിലായി. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം കണ്ട ആ ഒരു കൊച്ചു തീവണ്ടി എന്താണ്, സാധനങ്ങൾ കൊണ്ടുപോകുന്ന ഒരു തീവണ്ടിയാണ് അല്ലേ. അപ്പോൾ ഈ ന്യൂ എഞ്ചിൻ ആളുകളെ കൊണ്ടുപോകുന്ന ഒരു തീവണ്ടിയാണ്. അതുകൊണ്ട് തന്നെ സാധനങ്ങളുമായിട്ടുള്ള ഈ കാർസ് വലിച്ചുകൊണ്ട് പോകുന്നത് ഒരു നാണക്കേടായിട്ടാണ് ഈ ന്യൂ എഞ്ചിൻ കരുതിയത്. അപ്പോൾ അവരോട് എന്താണ്, ദേഷ്യപ്പെട്ട് അവരെ പുച്ഛിച്ചിട്ടാണ് പുതിയ എഞ്ചിൻ കടന്നുപോയത്. നോക്കാം. Then the toy clown called out, here comes another engine. അപ്പോൾ ഈ ഒരു ന്യൂ എഞ്ചിൻ പോയ സമയത്ത് ടോയ് ക്ലൗൺ ഇങ്ങനെ ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ്, നോക്കൂ എന്താണ്, വേറൊരു എഞ്ചിൻ വരുന്നുണ്ട്. എ ബിഗ് സ്ട്രോങ് വൺ, ഒരു വലിയ ശക്തിയുള്ള എഞ്ചിനാണ് വരുന്നത്. മേ ബി ദിസ് എഞ്ചിൻ വിൽ ഹെൽപ്പ് us. ഒരുപക്ഷെ ഈ എഞ്ചിൻ നമ്മളെ സഹായിച്ചേക്കും. Again the clown waved his flag. അപ്പോൾ പ്രതീക്ഷയോടെ ഈ ക്ലൗൺ കോമാളി വീണ്ടും അതിന്റെ ഫ്ലാഗ് ഇങ്ങനെ വീശി കാണിക്കുകയാണ്. The big strong engine came to a stop. അപ്പോൾ ഫ്ലാഗ് വീശുന്ന കണ്ടിട്ട് ഈ വലിയ സ്ട്രോങ് എഞ്ചിൻ എന്ത് ചെയ്തു, ഇവരുടെ അടുത്തേക്ക് വന്നിട്ട് സ്റ്റോപ്പ് ചെയ്യുകയാണ്. The toys and dolls called out together. അപ്പോൾ ഈ എഞ്ചിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ടോയ്സും ഡോൾസും എല്ലാം ചേർന്ന് ഉച്ചത്തിൽ ഇങ്ങനെ വിളിച്ചു പോവുകയാണ്. എന്താണ്, പ്ലീസ് ഹെൽപ്പ് us, ബിഗ് സ്ട്രോങ് എഞ്ചിൻ. ഞങ്ങളെ ദയവ് ചെയ്ത് സഹായിക്കൂ, വലിയ ശക്തിയേറിയ എഞ്ചിനെ. Our train is not working. ഞങ്ങളുടെ ട്രെയിൻ വർക്ക് ചെയ്യുന്നില്ല. But you can pull us over the mountain. പക്ഷെ നിനക്ക് ഞങ്ങളെ മൗണ്ടന്റെ അപ്പുറത്തേക്ക് വലിച്ചുകൊണ്ട് പോകാനായിട്ട് സാധിക്കും. You must help us. നീ തീർച്ചയായിട്ടും ഞങ്ങളെ സഹായിക്കണം. All the boys and girls will not have any toy to play with or good food to eat. അപ്പോൾ ഇവർ പറയുകയാണ്, നീ ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ എന്താണ്, കുട്ടികൾക്ക് കളിക്കാൻ കളിപ്പാട്ടവും കഴിക്കാൻ ഭക്ഷണവും ഉണ്ടാകില്ല എന്ന് പറയുകയാണ്. But the big strong engine did not want to help. പക്ഷേ ഈ വന്ന എഞ്ചിനും എന്താണ്, സഹായിക്കാനായിട്ട് റെഡി ആയിരുന്നില്ല. I do not pull toys, he said. അപ്പോൾ ഈ എഞ്ചിനും പുച്ഛിച്ചുകൊണ്ട് പറയുകയാണ്, എന്താണ് പറയുന്നത്, ഞാൻ ഇങ്ങനെ ടോയ്സ് ഒന്നും കളിപ്പാട്ടങ്ങളൊന്നും വലിക്കാറില്ല. I pull cars full of heavy load. എന്താണ്, വളരെ ഭാരമേറിയ, വളരെ ഹെവി ആയിട്ടുള്ള ലോഡൊക്കെയാണ് എൻ്റെ കാർസ് കൊണ്ടുപോവുക, അതൊക്കെയാണ് ഞാൻ വലിക്കുക. I pull big trucks. വലിയ വലിയ ട്രക്സ് ഒക്കെയാണ് ഞാൻ എന്ത് ചെയ്യുക, വലിയ വലിയ ലോറികളും അല്ലെങ്കിൽ കണ്ടെയ്നേഴ്സ് അങ്ങനെയൊക്കെയാണ് ഞാൻ എന്ത് ചെയ്യുക, വലിക്കാറുള്ളത്. I have no time to help you. എനിക്ക് നിങ്ങളെ ഒന്ന് സഹായിക്കാനായിട്ട് സമയമില്ല. And heavy puffed, the big strong engine
without a word. അപ്പൊ ഇതും പറഞ്ഞിട്ട് കൂടുതലൊന്നും പറയാതെ ഈ വലിയ ശക്തിയുള്ള എഞ്ചിനും എന്താണ് കടന്നു പോവുകയാണ്. നോക്കാം. The little train was no longer happy. അപ്പോൾ ഇത്രയും ആയപ്പോൾ ഇപ്പൊ 2 എഞ്ചിൻ വന്നു, 2 എഞ്ചിനും ഹെൽപ്പ് ചെയ്തില്ല. നമ്മുടെ കൊച്ചു തീവണ്ടിക്ക് എന്താണ് ആകെ സങ്കടമായി, അതിന്റെ എല്ലാ സന്തോഷവും എന്താണ് അപ്രത്യക്ഷമായി. And the dolls and toys were ready to cry. ഇപ്പോൾ ആയപ്പോഴത്തേക്ക് എന്ത് സംഭവിച്ചു? ഡോൾസും ടോയ്സും ഒക്കെ ഇപ്പൊ കരയുമെന്ന രീതിയിലേക്ക് ആയി പോയിട്ടുണ്ടായിരുന്നു. But the clown called out. അപ്പൊ വീണ്ടും ക്ലൗൺ കോമാളി വിളിച്ചു പറയുകയാണ്, ലുക്ക് ലുക്ക്, നോക്കൂ നോക്കൂ, another engine is coming. മറ്റൊരു എഞ്ചിൻ വരുന്നുണ്ട്. A little blue engine, ഒരു ചെറിയ നീല എഞ്ചിൻ. A very little one, ഒരു വളരെ ചെറിയ എഞ്ചിൻ. Maybe this engine will help us. ഒരുപക്ഷെ ഈ എഞ്ചിൻ നമ്മളെ സഹായിച്ചേക്കും. The little blue engine was a happy engine. അപ്പോൾ ഈ വരുന്ന എഞ്ചിൻ, ഈ ഒരു ചെറിയ നീല എഞ്ചിൻ എങ്ങനെയാണ്? ഒരു ഹാപ്പി എഞ്ചിൻ ആയിരുന്നു, വളരെ സന്തോഷമുള്ള ഒരു എഞ്ചിൻ ആയിരുന്നു. She saw the clown waving his red flag and stopped at once. അപ്പോൾ ക്ലൗൺ ഇങ്ങനെ റെഡ് ഫ്ലാഗ് കാണിക്കുന്ന കണ്ടപ്പോൾ തന്നെ എന്താണ് ഈ ഒരു ബ്ലൂ എഞ്ചിൻ അവിടെ സ്റ്റോപ്പ് ചെയ്തു. എന്നിട്ട് ചോദിക്കുകയാണ്, What is the matter? She asked kindly. അപ്പോൾ വളരെ ദയവോടെ എന്താണ് ഈ ബ്ലൂ എഞ്ചിൻ ചോദിക്കുകയാണ്, എന്താണ് കാര്യം? Oh, little blue engine, cried the dolls and toys. അപ്പോൾ ബ്ലൂ എഞ്ചിൻ ചോദിച്ചപ്പോഴേക്കും നമ്മുടെ ഡോൾസും ടോയ്സും എല്ലാവരും കൂടി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എന്താണ് നീല എഞ്ചിനെ, will you pull us over the mountain? നീ ഞങ്ങളെ മൗണ്ടന്റെ അപ്പുറത്തേക്ക് വലിച്ചുകൊണ്ട് പോകാമോ? Our engine is not working. ഞങ്ങളുടെ എഞ്ചിൻ വർക്ക് ചെയ്യുന്നില്ല. If you do not help, the boys and girls will have no toys or good food. അപ്പോൾ നീ ഞങ്ങളെ കൊണ്ടുപോയില്ലെങ്കിൽ കുട്ടികൾക്ക് എന്താണ് ടോയ്സും അതുപോലെ തന്നെ ഭക്ഷണം ഒന്നും കിട്ടില്ല. Just over the mountain. എന്താണ് മൗണ്ടന്റെ അപ്പുറം വരെ മാത്രം കൊണ്ടുപോയാൽ മതി. Please, please help us. ദയവ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സഹായിക്കണേ എന്ന് കരഞ്ഞു പറയുകയാണ്. Oh my dears, said the little blue engine. I'm not very big and I do not pull trains. അപ്പോൾ നമ്മുടെ ചെറിയ ബ്ലൂ എഞ്ചിൻ പറഞ്ഞു തുടങ്ങിയാണ്, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ അത്ര വലിയൊരു എഞ്ചിൻ അല്ല, ഞാനിങ്ങനെ ട്രെയിൻസ് ഒന്നും വലിച്ച് ശീലമില്ല, ഞാനിങ്ങനെ ട്രെയിൻസ് ഒന്നും വലിക്കാറില്ല. ഐ ജസ്റ്റ് വർക്ക് ഇൻ ദ യാർഡ്സ്. ഞാനിങ്ങനെ യാർഡ്സിലൊക്കെ മുറ്റത്തും പറമ്പിലും അങ്ങനെ ചില ചെറിയ ജോലികൾക്കൊക്കെ മാത്രം ഉപയോഗത്തിൽ ഉള്ള ഒരാളാണ്. അങ്ങനെ മാത്രമേ എനിക്ക് വർക്ക് ചെയ്തിട്ട് പരിചയമുള്ളൂ, വർക്ക് ചെയ്യാറുള്ളൂ. ഐ ഹാവ് നെവർ ബീൻ ഓവർ ദ മൗണ്ടൻ. മൗണ്ടൻ്റെ അപ്പുറത്തേക്കൊന്നും എന്താണ് പർവ്വതത്തിൻ്റെ അപ്പുറത്തേക്കൊന്നും ഞാൻ ഒരിക്കലും പോയിട്ടില്ല. But we must get there before the children wake up, said the toys and dolls. അപ്പോൾ ടോയ്സും ഡോൾസും വീണ്ടും പറയുകയാണ്, പക്ഷെ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും കുട്ടികൾ എഴുന്നേൽക്കുന്നതിന് മുൻപ് മൗണ്ടന്റെ അപ്പുറത്ത് എത്തേണ്ടതുണ്ട്. പ്ലീസ്, ദയവ് ചെയ്ത്. The little blue engine looked at the dolls and toys. അപ്പോൾ ഇവരുടെ ഈ ദയനീയ ഭാവം കണ്ട് വിഷമം കണ്ടപ്പോൾ എന്താണ് നമ്മുടെ കൊച്ചു നീല എഞ്ചിൻ എന്താണ് ഡോൾസിനെയും ടോയ്സിനെയും ഒക്കെ നോക്കി. She could see that they were not happy. അവരാരും ഹാപ്പി അല്ല എന്ന് ഈ ഒരു ബ്ലൂ എഞ്ചിന് മനസ്സിലായി. She thought about the children on the other side of the mountain. അപ്പോൾ ഈ ഒരു ബ്ലൂ എഞ്ചിൻ എന്താണ് മൗണ്ടന്റെ പർവ്വതത്തിന്റെ അപ്പുറത്തുള്ള കുട്ടികളെ കുറിച്ചും ആലോചിച്ചു. Without toys or good food, they would not be happy either. അപ്പോൾ ടോയ്സും ഭക്ഷണവും ഒന്നും ഇല്ലാതെ ആ കുട്ടികളും എന്താണ് ഹാപ്പി ആയിരിക്കില്ല അല്ലെ. The little blue engine pulled up closer. അപ്പൊ ഇത്രയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ കൊച്ചു നീല എഞ്ചിൻ എന്താണ് ഈ ഒരു ട്രെയിനിന്റെ അടുത്തേക്ക് കുറച്ചുകൂടി വന്നു. She took hold of the little train. എന്നിട്ടോ നമ്മുടെ ലിറ്റിൽ ട്രെയിനിന്റെ എന്താണ് പിടിച്ചു. The toys and dolls climbed back into their cars. അപ്പോൾ ടോയ്സും ഡോൾസും ഒക്കെ തിരിച്ച് അവരവരുടെ കാഴ്സിലേക്ക് കയറി. At last the little blue engine said, I think I can climb up the mountain. എന്നിട്ട് ഒടുവില് നമ്മുടെ കൊച്ചു നീല എഞ്ചിൻ പറയുകയാണ്, എനിക്ക് തോന്നുന്നു എനിക്ക് മൗണ്ടൻ കയറാനായിട്ട് സാധിക്കുമെന്ന്. I think I can. ഞാൻ കരുതുന്നു എനിക്ക് കഴിയുമെന്ന്.
Then the little blue engine began to pull. അപ്പോൾ ഇതും പറഞ്ഞിട്ട് നമ്മുടെ കൊച്ചു നീല എഞ്ചിൻ എന്ത് ചെയ്തു? ഈ ട്രെയിനിനെ വലിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. She tugged and she pulled. അപ്പോൾ ഈ ഒരു നമ്മുടെ നിന്നുപോയ ട്രെയിനിനെ നമ്മുടെ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ ടഗ് ചെയ്ത് കെട്ടി വലിക്കാനായിട്ട് തുടങ്ങി. She pulled and she tugged. I think I can, she said. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മുടെ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ പറയുകയാണ്, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ കരുതുന്നു എനിക്ക് കഴിയുമെന്ന്. Slowly, the train started to move. അപ്പോൾ പതുക്കെ നമ്മുടെ ട്രെയിൻ എന്ത് ചെയ്യുകയാണ്? മൂവ് ചെയ്യാനായിട്ട്, മുന്നോട്ട് പോകാനായിട്ട് ആരംഭിച്ചു. The dolls and toys began to smile and clap. അപ്പോൾ ട്രെയിൻ മൂവ് ചെയ്യുന്നു എന്ന് മനസ്സിലായപ്പോൾ നമ്മുടെ ഡോൾസും ടോയ്സും ഒക്കെ എന്താണ്? ചിരിക്കാനും കൈയടിക്കാനും ഒക്കെ തുടങ്ങി. Up the mountain went the little blue engine. അങ്ങനെ എന്താണ്? നമ്മുടെ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ നമ്മുടെ ട്രെയിനിനെ മൗണ്ടനിലേക്ക് വലിച്ചുകൊണ്ട് പോയി. അങ്ങനെ മൗണ്ടൻ അവർ ക്രോസ് ചെയ്തു. And all the time she kept saying, അപ്പോൾ ഈ പോകുന്ന വഴിക്കെല്ലാം നമ്മുടെ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ പറയുന്നുണ്ട് എന്താണ്? I think I can. എന്താണ്? ഞാൻ കരുതുന്നു എനിക്ക് കഴിയുമെന്ന്. Up. The little engine climbed and climbed. അങ്ങനെ നമ്മുടെ ലിറ്റിൽ എഞ്ചിൻ എന്താണ്? ഈ ഒരു പർവ്വതം ഇങ്ങനെ കയറുകയാണ്, ഈ വലിയ മല ഇങ്ങനെ കയറുകയാണ്. ഓക്കെ. At last she reached the top of the mountain. അങ്ങനെ ഒടുവിൽ ഈ ഒരു മൗണ്ടന്റെ പർവ്വതത്തിന്റെ ഏറ്റവും മുകളിൽ എത്തുകയാണ് നമ്മുടെ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ. ഓക്കെ. Down below lay the city. അപ്പോൾ ഈ ഒരു പർവ്വതത്തിന്റെ താഴെ എന്താണ്? സിറ്റി ഇങ്ങനെ വിശാലമായിട്ട് നിരന്നു കിടന്നു. Hooray, cried the dolls and animals. അപ്പോൾ സന്തോഷം കൊണ്ട് എന്താണ്? ഡോൾസും ആനിമൽസും ഒക്കെ എന്താണ്? പലതരത്തിലുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കിയാണ്. ഹുറേ എന്നൊക്കെ നമ്മൾ വളരെയധികം സന്തോഷം തോന്നുമ്പോൾ പുറപ്പെടുവിക്കുന്ന ശബ്ദങ്ങളാണ്. ഓക്കെ. The boys and girls will be so happy, all because you helped us, little blue engine, said the toy clown. അപ്പോൾ എന്താണ്? ടോയ് ക്ലൗൺ പറയുകയാണ്, എന്താണ്? കളിപ്പാട്ട കോമാളി പറയുകയാണ്, എന്താണ്? ഞങ്ങൾ എത്തുന്നത് കൊണ്ട് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ ഒത്തിരി സന്തോഷവും എല്ലാം സാധിച്ചത് നീ ഞങ്ങളെ സഹായിച്ചത് കൊണ്ട് മാത്രമാണ് ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ. The little blue engine just smiled. അപ്പോൾ ഇത് കേട്ടപ്പോൾ നമ്മുടെ കൊച്ചു നീല എഞ്ചിൻ എന്താണ്? ചിരിക്കുകയാണ്, എന്താണ്? ഒരു പുഞ്ചിരി സമ്മാനിക്കുകയാണ്. But as she puffed down the mountain, the little blue engine seemed to say. അപ്പോൾ താഴേക്ക് ഇവരെ മൗണ്ടനിൽ കൊണ്ടാക്കിയതിനു ശേഷം താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് നമ്മുടെ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ ഇങ്ങനെ ചിന്തിക്കുന്നതായിട്ട് നമുക്ക് കണ്ടാൽ തോന്നുമായിരുന്നു. എന്താണ്? I thought I could. ഞാൻ കരുതി എനിക്ക് കഴിയുമെന്ന്. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റോറി. അപ്പോൾ ഈ ഒരു സ്റ്റോറി പറയുന്നത് എന്താണ്? നമ്മുടെ ലിറ്റിൽ ബ്ലൂ എഞ്ചിന്റെ തന്നിലുള്ള ഒരു വിശ്വാസത്തെ കുറിച്ചാണ് അല്ലെ. എനിക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് അത് സാധിച്ചു എന്നാണ് ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു ടാസ്ക്, ഈ ഒരു ചലഞ്ച്, ഈ ഒരു വെല്ലുവിളി ഏറ്റെടുക്കുന്ന സമയത്ത് ലിറ്റിൽ ബ്ലൂ എഞ്ചിന്റെ കയ്യിലുള്ള ഏക കാര്യം എന്ന് പറയുന്നത് എന്താണ്? തനിക്കിത് കഴിയുമെന്നുള്ള ഒരു വിശ്വാസം മാത്രമാണ്. തൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ എന്ത് ചെയ്തു? ട്രൈ ചെയ്തു, ശ്രമിച്ചു. അങ്ങനെയാണ് അവരെ മൗണ്ടനിൽ എത്തിക്കാനായിട്ട് ബ്ലൂ എഞ്ചിന് സാധിച്ചത്. ഓക്കെ. അപ്പൊ നമ്മളോടും ഈ സ്റ്റോറി പറയുന്നത് എന്താണ്? നമ്മുടെ കഴിവിലൊക്കെ നമുക്ക് എന്തുണ്ടാവണം? ഒരു വിശ്വാസം ഉണ്ടാകണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് ലൈഫിലെ ചലഞ്ചസിനെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഓവർകം ചെയ്യാനായിട്ട്, അതിജീവിക്കാനായിട്ട് പറ്റുകയുള്ളൂ എന്നാണ് ഈ സ്റ്റോറി നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടമായോ? ഈ സ്റ്റോറിയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ആരാണെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക? കമന്റ് ചെയ്യുക. മറക്കണ്ട, നിങ്ങളുടെ ഫേവറേറ്റ് ക്യാരക്ടർ ആരാണെന്ന് കമന്റ് ചെയ്യുക. ഓക്കെ. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ഹാപ്പി ലേണിംഗ്.